അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ലേണേഴ്സ്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തെക്കുറിച്ച് അറബിയിൽ എങ്ങനെ സംസാരിക്കാമെന്നാണ്. ഒരു സദസ്സിൽ, ഒരു വേദിയിൽ നമുക്ക് അറബിയിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടിയാൽ എങ്ങനെ അത് മനോഹരമായി ഫലപ്രദമായി ആ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താം എന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ സ്ഥാപനങ്ങളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒരു അറബി വന്നാൽ ആ അറബിയെ സ്വീകരിച്ച് നമ്മൾ അറബിയിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ഒരു അവസരം കിട്ടിയാൽ ആ നേരത്ത് നമുക്ക് മനോഹരമായി നമ്മുടെ കേരളത്തെക്കുറിച്ച് അറബിയിൽ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിലായത്തി കൈരള. വിലായത്തി എൻ്റെ സംസ്ഥാനം. എൻ്റെ സംസ്ഥാനം ഏതാണ്? കൈരള, കേരളമാണ്. അപ്പോൾ എൻ്റെ സംസ്ഥാനമായ കേരളത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഇന്ന് പഠിക്കാനുള്ളത്. ഇന്ന വിലായത്തി കൈരള വിലായത്തുൻ സ്വഗീറത്തുൻ മിൻ വിലായാത്തിൽ ഹിന്ദിയ. ഇന്ന വിലായത്തി കൈരള, എൻ്റെ സംസ്ഥാനമായ കേരളം, വിലായത്തുൻ സ്വഗീറത്തുൻ, അത് ഒരു ചെറിയ സംസ്ഥാനമാണ്, മിൻ വിലായാത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് എൻ്റെ കേരളം. വഹിയ മഷ്ഹൂറത്തുൻ മഅറൂഫത്തുൻ ബിതാരീഖിഹൽ ഖയ്യിം. വഹിയ മഷ്ഹൂറത്തുൻ, ആ കേരളം വളരെ പ്രസിദ്ധമാണ്. മഅറൂഫത്തുൻ, അത് വളരെ അറിയപ്പെട്ടതുമാണ്. ബിതാരീഖിഹൽ ഖയ്യിം, അതിൻ്റെ ഉന്നതമായ ചരിത്രം കൊണ്ട് പ്രസിദ്ധവും അത്യുന്നതവുമാണ് ഞങ്ങളുടെ കേരളം. ബിതാരീഖിഹൽ ഖയ്യിം, അതിൻ്റെ ഉന്നതമായ ചരിത്രം കൊണ്ട്, ഹിസ്റ്ററി കൊണ്ട്. വതുറാസിഹൽ ഖദീം, അതിൻ്റെ പഴയ തുറാസ് കൊണ്ട്, പാരമ്പര്യം കൊണ്ട്. വയ്യ തഖഉ ഫി ജനൂബിൽ ഹിന്ദ്, കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കുഭാഗത്താണ്. വഹിയ മുത്തസയ്യീന, ആ കേരളം വളരെ ഭംഗിയുള്ളതാണ്. മുത്തമയ്യിസ, അത് വളരെ വ്യതിരിക്തവുമാണ്. മിൻ സാഇരിൽ വിലായാത്ത്, മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആ കേരളം വളരെ വ്യതിരിക്തമാണ്. ബിജമാലിഹ, അതിൻ്റെ ഭംഗി കൊണ്ട്. വതബീഅതിഹൽ ഖാസ, അതിൻ്റെ പ്രത്യേകമായ പ്രകൃതി കൊണ്ട്. വസഖാഫതിഹിൽ അദീമ, അതിൻ്റെ മഹോന്നതമായ സംസ്കാരം കൊണ്ട്. വഹിയ തുറഫ് ബിസ്മി ബിലാദിൽ ഇലാഹ്, ആ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ നാട് എന്ന പേരിലാണ്. ഗോഡ്സ് ഓൺ കൺട്രി, അല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. വഫി കൈരള അർബഅത അശറ മുഖാതഅ മിൻ ഷിമാലിഹ ഇലാ ജനൂബിഹ, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അതിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. വന്ന മനാദിറ കൈരള അജീബത്തുൻ ജിദ്ദൻ, കേരളത്തിൻ്റെ സീൻ, മനാദിർ, അതിൻ്റെ ഒരു സീനറി എന്ന് പറയുന്നത് അജീബത്തുൻ ജിദ്ദൻ, വളരെ അത്ഭുതകരമാണ്. കേരളത്തിൻ്റെ ഈ കാഴ്ച, കേരളത്തെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ അതിൻ്റെ ആ കാഴ്ച എന്ന് പറയുന്നത് അജീബത്തുൻ ജിദ്ദൻ, വളരെ അത്ഭുതകരവുമാണ്. വതബീഅതുഹ മുഖ്ളറത്തുൻ ജല്ലാബ, അതിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞതും ഹരിതാപവും. ജല്ലാബത്തുൻ, വളരെ അട്രാക്റ്റീവും ആകർഷണീയവുമാണ്. വഫീഹ, ആ കേരളത്തിലുണ്ട്. സുദൂദുൻ, അണക്കെട്ടുകളുണ്ട്. വശല്ലാലാത്തുൻ ഖല്ലാബ, മനോഹരമായ, ഖല്ലാബ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് എന്ന് തന്നെയാണ് അർത്ഥം. ആകർഷകമായ, വശ്യമായ. ഷല്ലാലാത്ത് എന്ന് പറഞ്ഞ വാട്ടർഫാൾ, ഈ വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. വഫീഹ ഐലൻ ജദാവിലും വ അൻവാർ വ ഖനവാത്തുൻ മാഇയ്യ തവീല തസീൽ വ തഫീൽ ഇലൽ ബഹ്റിൽ അറബി. വഫീഹ ഐലൻ, ആ കേരളത്തിലുണ്ട്. ജദാവിൽ, തോടുകളുണ്ട്. വ അൻഹാർ, പുഴകളുണ്ട്. വ ഖനവാത്തുൻ മാഇയ്യ, ഇങ്ങനെ കനാലുകളുണ്ട്. തൊവീലത്തും, വളരെ നീണ്ട. തസീൽ വ തഫീൽ ഇലൽ ബഹ്റിൽ അറബി, അറബിക്കടലിലേക്ക് ഒഴുകുന്നതായ. വഫി ഹുദൂദിൽ വിലായ, നമ്മുടെ കേരളത്തിൻ്റെ ഹുദൂദ്, ബോർഡറിലുണ്ട്
എന്താണുള്ളത്? ജിബാലുൻ ഷാമിഖ, വളരെ ഉയർന്നതായ പർവ്വതങ്ങളുണ്ട്. നാത്തിഹത്തും ബിസ്സമാ, ആകാശത്തെ ചുംബിക്കുന്നതായ അമ്പരചുംബിയായ വളരെ ഉയർന്ന പർവ്വതങ്ങൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ ബോർഡറിലുണ്ട്. പിന്നെന്താ ഉള്ളത്? വശവാത്യും വാസിഅ ഫസീഹ, വശവാത്ത് കടൽ തീരങ്ങളുണ്ട്, വാസിഅ ഫസീഹ വളരെ വിശാലമായ പ്രവിശാലമായ കടൽ തീരങ്ങളുണ്ട്. അതുപോലെ വഫി വിലായത്തിന, ഞങ്ങളുടെ സംസ്ഥാനത്തുണ്ട് ഓബാത്ത്, ഓബത്തുൻ ജമ്മാണ് ഹോബാത്ത് എന്ന് പറയുന്നത്, ഫോറസ്റ്റ് കാടുകൾ എന്നാണ് അർത്ഥം. വഫി വിലായത്തിന ഹോബാത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്തുണ്ട് ഹോബാത്ത് ധാരാളം കാടുകളുണ്ട്. തെസ്റ്റമിലു അല അസ്ജാരിൻ കസീറ, അതിൽ ഉൾക്കൊള്ളുന്ന ആ കാടിലുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് അസ്ജാരിൻ കസീറത്തിൻ വ കസീഫ, ധാരാളം കട്ടി നിറഞ്ഞതും തിങ്ങിയതും ധാരാളം മരങ്ങൾ ആ കാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് ധാരാളം കാടുകളും ആ കാടുകളിൽ തിങ്ങി നിറഞ്ഞ വനങ്ങൾ വൃക്ഷങ്ങളുണ്ട്. വതഹ്തവി അല ഹയവാനാത്തി മുത്തനവ്വിയ, മാത്രമല്ല ആ കാടുകൾ ഉൾക്കൊള്ളുന്നുണ്ട് അല ഹയവാനാത്തി മുത്തനവ്വിയ, വ്യത്യസ്തമായ മൃഗങ്ങളെ, അനിമൽസ് അവിടെ ഉണ്ട്. മുത്തനവ്വിയ എന്ന് പറഞ്ഞാൽ മുഖ്തലിഫ, വ്യത്യസ്തമായ. ഏതുപോലെ? മിസ്ലൽ അഫിയാൽ, ഫീലും ജമ്മാണ് അഫിയാൽ, ആനകൾ പോലെ. ഫീലിൻ്റെ ജമ്മാണ് അഫിയാൽ, ആനകൾ പോലെ. വൽ ഉസൂദ്, അസദും ജമ്മു ഉസൂദ്, സിംഹങ്ങളെപ്പോലെ, ലയൻസിനെ പോലെ. നിമാർ, പുലികളെ പോലെ. നെമിറും ജമ്മു നിമാർ, പുലികളെപ്പോലെ. വൽ ഖുയൂൽ, ഖൈലിൻ ജമ്മാണ് ഖുയൂൽ, കുതിരകളെപ്പോലെ, ഹോയ്സ് പോലെ. ഓ ഇരിഹ, മറ്റുള്ള മൃഗങ്ങളെപ്പോലെ. ഓ തംതലിയു, ആ കാടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ബിത്തുയൂർ, പക്ഷികളെ കൊണ്ട്. വൽ ഹഷ്റാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഹഷ്റാത്ത് എന്ന് പറഞ്ഞ പ്രാണികൾ എന്നാണ് അർത്ഥം. വ്യത്യസ്തമായ പ്രാണികളും അനിമൽസും ബേഡ്സ് കൊണ്ടൊക്കെ ആ കാടുകൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. വഫിൽ വിലായ ഷവാരിഉൻ ലാ തുഹ്സബാത്ത്, നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് ഷവാരി, വ്യത്യസ്ത റോഡുകളുണ്ട്. ലാ തുഹ്സബാത്ത്, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അഗണ്യമായ റോഡുകളുണ്ട്. വ മഹത്തത്തുൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷനുണ്ട്. വൽ മത്താർ, എയർപോർട്ടുണ്ട്. വൽ മർസ, തുറമുഖങ്ങളുണ്ട്. വമുന്നു സമാനിൽ ഖദീം വിലായത്തുന മാറൂഫത്തും ബിൽ മുദിൻ, വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ സംസ്ഥാനം മാറൂഫത്തുൻ, വളരെ പ്രസിദ്ധമാണ്. ബിൽ മുദിൻ, ചില പട്ടണങ്ങൾ കൊണ്ട്. ഇതുപോലെ മിസ്ല കാലിക്കൂത്ത്, കാലിക്കറ്റ് പോലെ. വ കൊഷിൻ, കൊച്ചി പോലെ. എന്തിലാണ് ഇവരൊക്കെ പ്രസിദ്ധമായിരിക്കുന്നത്? ഫിത്തിജാറ, കച്ചവടത്തിൽ. വഫീഹ അമാക്കിൻ സിയാഹിയ, വഫീഹ, ആ കേരളത്തിലുണ്ട് അമാക്കിൻ, ചില പ്ലേസുകളുണ്ട്. സിയാഹിയ, ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേരളത്തിൽ. അമാക്കിൻ സിയാഹിയ, മക്കാനിൻ്റെ ജമ്മാണ് അമാക്കിൻ. വഫീഹ അമാക്കിൻ സിയാഹിയ, ആ കേരളത്തിൽ വളരെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. മിസ്ല മൂന്നാർ വ വയനാട്, മൂന്നാറിനെ പോലെ വയനാടിനെ പോലെ ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളുമുണ്ട്. വഫി വിലായത്തിന അൽ മസാജിദ് വൽ കനായിസ് വൽ ഹയാക്കിൽ, ഫി വിലായത്തിന, ഞങ്ങളുടെ സംസ്ഥാനത്തുണ്ട് അൽ മസാജിദ്, പള്ളികളുണ്ട്. മസ്ജിദും ജമ്മാണ് മസാജിദ്, പള്ളികളുണ്ട്. വൽ കനായിസ്, ചർച്ചുകളുണ്ട്. കനീസത്തും ജമ്മ് കനായിസ്, ചർച്ചുകളുണ്ട്. വൽ ഹയാക്കിൽ, അമ്പലങ്ങളുണ്ട്. ഹൈക്കലും ജമ്മ് ഹയാക്കിൽ, അമ്പലങ്ങളുണ്ട്. വൽ മുസ്ലിമൂന വൽ നസ്രാനിയൂന വൽ ഹിന്ദൂസിയൂന വഗൈറുഹും യഈശൂന കത്ഫൻ അലാ കത്ഫ്, മുസ്ലിങ്ങളും വൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങളും നസ്രാനിയൂൻ ക്രിസ്ത്യൻസും വൽ ഹിന്ദൂസിയൂന, ഹിന്ദൂസും. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമെല്ലാം ഓരോരും മറ്റുള്ള മതക്കാരും യഈശൂൻ, അവരെല്ലാം ജീവിക്കുന്നത് കത്ഫൻ അലാ കത്ഫ്, എങ്ങനെയാണ്? തോളോട് തോളുരുമ്മിയാണ്, തോള് ചേർന്നാണ്. കുല്ലുഹും യഹ്തഫിലൂൻ, അവരെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ബിഹ്തിഫാലാത്തിഹിം, അവരുടെ ആഘോഷങ്ങൾ. മഅൽ ഫർഹി വസ്സുറൂർ, സന്തോഷത്തോടു കൂടെ. ഫറഹ് സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ അവരൊക്കെ അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ഉത്സവങ്ങളൊക്കെ വളരെ സന്തോഷമായ രീതിയിൽ ആഘോഷിക്കുന്നു എന്നർത്ഥം. എല്ലാവരും വളരെ മതസഹിഷ്ണുതയോടു കൂടിയുമൊക്കെയാണ്, സൗഹാർദ്ദത്തോടു കൂടിയുമൊക്കെയാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.